ബിഷപ്പ് ഹൗസിൽ നിന്നാണ്. പട്ടം ബിഷപ്പ് ഹൗസിലുള്ള ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ഈ കാര്യങ്ങളിലേക്കും മന്ത്രി ചർച്ചകളിലേക്കും എത്താൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബിഷപ്പ് ഹൗസിൽ സന്ദർശനം നടത്തിയ ശേഷം പുറത്തേക്ക് വരികയാണ്. സംസാരിക്കാൻ നാളെ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ഞങ്ങൾക്കേറെ സ്നേഹവും ബന്ധവും പരിചയവുമുള്ള ശ്രീ വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ പുതിയ നിയോഗം തുടങ്ങുകയാണ്. വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധവും അടുപ്പവും പ്രത്യേകിച്ചൊരു നമ്മുടെ ദേശത്തെ സംബന്ധിച്ച് പുതിയൊരു നിയോഗത്തിൽ അദ്ദേഹം പ്രവേശിക്കുമ്പോൾ എല്ലാ ദൈവാനുഗ്രഹങ്ങളും എല്ലാ നന്മകളും ഞങ്ങൾ എല്ലാവരും നേരുകയാണ്. ആ സ്നേഹബന്ധത്തിലാണ് ഈ തിരക്കേറിയ ദിവസത്തിൻ്റെ തിരക്ക് പിടിച്ച ഈ മുഹൂർത്തത്തിൽ ഇവിടെ വരുന്നതിന് അദ്ദേഹം ഔദാര്യം കാണിച്ചത്. അദ്ദേഹത്തിൻ്റെ എല്ലാവിധമായ ശുശ്രൂഷകൾക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ ദേശത്തിൻ്റെ കെട്ടുപണിക്ക് അദ്ദേഹം നൽകുന്ന വലിയ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം എല്ലാ വിജയവും നേരുന്നു. ദൈവം കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മതനിരപേക്ഷതയ്ക്കാണ് എപ്പോഴും ന്യൂനപക്ഷങ്ങൾ അനുഭവപ്പെടുമ്പോൾ ആദ്യം ഉയരുന്ന ശബ്ദം താങ്കളുടെയാണ്. അപ്പോൾ സ്വാഭാവികമായി അത്തരം സംഭവങ്ങളെ കുറിച്ച് ക്രൈസ്തവ സഭകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ. അത്തരം ഏതെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചയായിട്ടുണ്ടോ? അദ്ദേഹത്തോട് പറയാൻ എന്താണുള്ളത്? ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ലല്ലോ, കാരണം മുഖ്യമന്ത്രി ആയിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ എല്ലാം വളരെ ക്ലീനാണ്. അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ വാക്ക് ഇത് ദൈവനിയോഗമെന്നാണ്. ഞങ്ങൾക്കതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. പിന്നെ എല്ലാ സമൂഹങ്ങളെയും ബഹുമാനിച്ചും എല്ലാ സമൂഹങ്ങളുടെ ആവശ്യങ്ങളെ പരിഗണിച്ചും നമ്മുടെ ദേശത്തിൻ്റെ പുരോഗതി ഉറപ്പാക്കിയുമുള്ള സംരംഭങ്ങളാണ് ഈ നാടിന് ആവശ്യം. അതിന് ഞങ്ങളുടെ എല്ലാ ശക്തമായ പിന്തുണയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു വിഭാഗമായിട്ട് പറയുകയല്ല, കേരളത്തിൻ്റെ എല്ലാ സമൂഹങ്ങളെയും മാനിക്കുന്ന ഒരു ഭരണം അദ്ദേഹത്തിൽ നിന്നുണ്ടാകും എന്ന് ഞങ്ങൾക്ക് കുറച്ച് വിശ്വാസമുണ്ട്. താങ്ക് യു. വി ഡി സതീശൻ പട്ടം ബിഷപ്പ് ഹൗസിൽ സന്ദർശിച്ച ശേഷം പുറത്തേക്ക് വരികയാണ്. ക്ലീമിസ് കത്തോലിക്ക ബാവയുടെയും ഒപ്പം പ്രതിപക്ഷ നേതാവിന്റെയും പ്രതികരണങ്ങളാണ് കണ്ടത്. അല്പസമയത്തിനകം മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളുമായി ബന്ധപ്പെട്ട തിരക്കുകളിലേക്ക് വീണ്ടും വി ഡി സതീശൻ എത്തുകയാണ്.